തിരുവനന്തപുരം കോളേജ് ഓഫ് ആർക്കിടെക്ചറിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 2 ഏക്കർ 15 സെൻറ്റിൽ 2 പുതിയ വീടുകൾ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. പുതിയ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3-4 വർഷം പഴക്കം വരുന്ന 2 പുതിയ നല്ല താമസയോഗ്യമായിട്ടുള്ള വീട് ഉൾപ്പെടെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ഫുള്ളായിട്ട് കരപ്പുര ഇടമാണ്. നമുക്ക് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുത്ത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷി ആ രീതിയിൽ ഫാം സെറ്റപ്പിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്ന പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ പിൻവശത്തായിട്ട് നമുക്ക് വലിയൊരു കോഴി ഇടാനുള്ള ഒരു വലിയൊരു ഷെഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 വലിയ കുളം ഇതിനകത്ത് അവർ കുഴിച്ചെടുത്തിട്ടുണ്ട്. മീൻ വളർത്തലിന് വേണ്ടി കുഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അതിനെ മൂടിയിടാം. ഇപ്പോൾ അവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ കുളമൊക്കെ ചെയ്തിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാം ടൂറിസം സെറ്റപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള 2 വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഫാമൊക്കെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഒരു ഇതുപോലെ എടുത്ത് പ്ലോട്ടുകൾ തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നല്ല സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള കൃത്യമായിട്ടുള്ള ആക്സസ് പറഞ്ഞുതരാം. പുളിയറക്കോണം ജംഗ്ഷൻ എന്ന് വരുവാണെന്നുണ്ടെങ്കിലും മയിലാടി ജംഗ്ഷൻ, പുളിയറക്കോണത്ത് നിന്ന് പേയാടിലേക്ക് പോകുമ്പോഴത്തേക്കും തൊട്ടടുത്തായിട്ട് തന്നെ മയിലാടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുക. അങ്ങനെ വരുമ്പോഴത്തേക്കും കോളേജ് ഓഫ് ആർക്കിടെക്ചർ വസന്ത എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. അത് നമ്മുടെ ഇതിൻ്റെ തൊട്ട് പിൻവശം ആ ഒരു സൈഡിലായിട്ട്, അതായത് റോഡ് ഫേസിംഗ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഹോസ്റ്റലിൻ്റെ പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അതിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നിലോട്ട് വരുമ്പോൾ ഇടതുവശത്ത് പുതിയൊരു വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൂടെ കാണുന്ന കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി വരുമ്പം തന്നെ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു 30-40 മീറ്ററിൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് കാണാൻ സാധിക്കും. എന്നിട്ട് ഇങ്ങനെ വൈഡായിട്ട് കിടപ്പുണ്ട്. അതിൽ ഈ കാണുന്ന വീട് വന്നിട്ട് 2022 ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നമുക്കിതിൻ്റെ പിൻവശത്തൊരു വീട് വന്നിട്ട് പണി പൂർത്തിയായിട്ടില്ല. ഇതേ സെയിം പഴക്കമുള്ള വീടാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ പെൻഡിങ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ബാക്കിയുള്ള വർക്ക് കൂടെ ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് താമസയോഗ്യമാക്കി എടുക്കാൻ സാധിക്കും. ടോട്ടലായിട്ട് 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലമാണുള്ളത്. ശരിക്കും ഇവിടെ നിന്ന് ആ സൈഡിലേക്ക് കാണുന്നത്, നമുക്ക് ആ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നത് കോളേജ് ഓഫ് ആർക്കിടെക്ചറാണ്. അപ്പോൾ അവിടെ നിന്നൊരു 200-300 മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വിളപ്പിശാല ബേസ് ചെയ്തിട്ടുള്ള APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി, അത് നമുക്കിവിടെ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളേ. ഇത് വന്നിട്ട് പൂർണ്ണമായിട്ട് പണി തീർന്നിട്ടുള്ള വീടാണ്. ഇതിനകത്ത് ഇനി കാണുന്നത് പോലെ ടൈലിൻ്റെ വർക്കും ബാക്കിയുള്ള പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള വർക്കുകൾ പെൻഡിങ് ഉണ്ട്. നമുക്ക് പിൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഴി ഷെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു ഫാം ബേസ്ഡ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം പ്ലോട്ടുകൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധ്യതകളുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ ഒരു കോളേജ് ഓഫ് ആർക്കിടെക്ചർ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായാലും നിങ്ങൾക്ക് വാങ്ങിയിടാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്ന പോലെ ഒരു കോഴി ഷെഡുണ്ട്. ഇനി നമുക്ക് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കുളമൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇപ്പം നിറയെ സിലോപ്പിയും അതുപോലെ തന്നെ നട്ടറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഈ പ്രോപ്പർട്ടിയുടെ വില പറഞ്ഞുതരാം. വീടിരിപ്പോൾ പോയിട്ട് നമുക്ക് അടുത്തൊരു തട്ടായിട്ടാണ് പ്രോപ്പർട്ടിയുടെ ബാക്കി ഭാഗമുള്ളത്. ടോട്ടലായിട്ട് 2 ഏക്കർ 15 സെൻറ്റ് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ 2 കുളം ഉണ്ട് കേട്ടോ. കുളം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടായിരുന്നതല്ല, ഇവരിതിനകത്ത് മീൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുഴിച്ചെടുത്തതാണ്. കാരണം ഇനി ഇതിനകത്ത് വെള്ളമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കരഭൂമി അല്ല എന്ന് വിചാരിക്കും. ഇത് ഫുള്ളായിട്ട് പുരയിടമാണേ. ആ രീതിയിലുള്ള ഭൂമിയാണ്. അതുപോലെ തന്നെ ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഇതിൽ പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി മാവിൻ തൈകൾ വെച്ചിട്ടുണ്ട്. എല്ലാം കായ്ച്ചു തുടങ്ങിയതാണ്. അതുപോലെ തന്നെ പ്ലാവ്, റംബൂട്ടാൻ തുടങ്ങി ഒത്തിരിയധികം ഫലവൃക്ഷങ്ങൾ ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഡയറി ഫാമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പശുവിനെയൊക്കെ വളർത്താനായിട്ട് നല്ല സൗകര്യമുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഈ കുളമൊക്കെ നമുക്ക് ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഇതിനകത്ത് ഇപ്പോൾ ഒത്തിരിയധികം മീനുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്ന് വിളവെടുത്ത് പുറത്തേക്ക് വിൽക്കുന്നുമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെയേറെ അടുത്തായിട്ട് ഇതുപോലൊരു ഫാം പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ്. ടോട്ടലായിട്ട് 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലത്ത് ഈ 2 വീട് ഉൾപ്പെടെ അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ്. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 2.25 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ശരിക്കും ഈ വീടിൻ്റെ പൈസ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി മുതലാണ് കേട്ടോ. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്.